ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് A to ലൈഫ് ആൻഡ് മൈസെൽഫ് അമ്മു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ക്രിസ്മസ് വിശേഷങ്ങളെ കുറിച്ചിട്ടാണ്. എനിക്കൊരു കുട്ടിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ മോനെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ മോനും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലൈറ്റ്സൊക്കെ കാണണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അധികം തിരക്കില്ലാത്തടത്തേക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വെട്ടുകാട് ചർച്ചാണ് ഒരു നല്ലൊരു സ്പോട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ നല്ല ലൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ബീച്ചൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ അങ്ങനെ പോവാം എന്നൊരു പ്ലാൻ ഇട്ട ടൈമിൽ നമ്മുടെ കസിൻസ് പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ഒരുമിച്ച് പോവാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം, ഇങ്ങനെയൊക്കെയല്ലേ വല്ലപ്പോഴും ഒരു ഹാപ്പിനെസ് ഒക്കെ ഉള്ളൂ, പോയിട്ടൊക്കെ വരാമെന്ന പ്ലാനിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ കുഞ്ഞേരി വീട്ടിലായിരുന്നു ആദ്യം ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ അടുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉച്ചയായി. എന്നാൽ പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും തന്നെ അങ്ങ് പോയിട്ട് ഉച്ചയ്ക്ക് ചെന്ന് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ചെക്കൻ പറയുകയാണ്, മാമി നമുക്ക് പോവാം, താഴെ ഒരു കുളം ഉണ്ട്, എന്നെ എത്തി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായി ചെക്കൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയി കുളമൊക്കെ കണ്ടിട്ട് നമുക്ക് വരാമെന്നും പറഞ്ഞ് അവനെയും കൊണ്ട് നമ്മൾ താഴേക്ക് പോയി. അങ്ങനെ താഴേക്ക് പോയപ്പോൾ ഇതാണ് കണ്ടോ, നല്ല ചെമ്പരത്തിപ്പൂവും അതുപോലെ കുറേ വാഴകളെയൊക്കെ നടുക്കായിട്ട് ഒരു കുളം. നല്ല രസമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അതാണെങ്കിൽ ചെക്കന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ ആ കുളത്തിൻ്റെ അവിടെ നിൽക്കണം, കല്ലെറിയണം കുളത്തിൽ. അതുപോലെ കണ്ട പൂവൊക്കെ പിച്ചി എടുത്തിട്ട് പൂവൊക്കെ കാണിച്ചു തരാം. അത് കണ്ട നല്ല രസമുണ്ടല്ലേ, ആ രണ്ട് പൂക്കൾ അടുത്തടുത്തൊക്കെ ഇരിക്കുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുഞ്ഞു പൂക്കൾ, നല്ല മഞ്ഞ കുഞ്ഞു പൂക്കൾ. അപ്പം അങ്ങനെയുള്ള പൂക്കളൊക്കെ ആയിട്ട് പിന്നെ പൂക്കൾ പറിക്കാൻ വേറൊരാൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റായി. ഇപ്പം നോക്കിക്കോ, എൻ്റെ കണ്ട ഇതാണ് എൻ്റെ കുട്ടി, കുഞ്ഞാറ്റ എന്ന പേര്. അപ്പോൾ അവളും ദാണ്ട് പൂ പറിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റായി പൂവൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പൂ പറിച്ചിട്ട് അതെടുത്ത് എനിക്ക് കാണിച്ചൊക്കെ തരികയാണ് അവളുടെ മെയിൻ പരിപാടി. അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുളമൊക്കെ കണ്ട സന്തോഷത്തിൽ ഒരുത്തെന്താ ഓടി പോവുകയാണ് മുകളിലേക്ക്. അത് കഴിഞ്ഞപ്പോൾ തേരിയാണ്, എൻ്റെ കൊച്ച് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ തോളിൽ കയറി. പിന്നെ നമ്മൾ പതുക്കെ നടന്ന് മുകളിലേക്ക് ചെന്നു. ഇതാണ് കേട്ടോ എൻ്റെ കുട്ടിയുടെ കോസ്റ്റ്യൂം, വെട്ടുകാട് പോകാനുള്ള കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ വാശിയായി കരച്ചിലായി. ഇതാ കണ്ടില്ലേ ഇതുപോലെ. പിന്നെ വെട്ടുകാട് ചെന്നിറങ്ങിയപ്പോൾ ആളൊക്കെ ആയി, പിന്നെ ഹാപ്പിയായി. അപ്പോൾ നമുക്കിനി വെട്ടുകാടുള്ള വിശേഷങ്ങൾ കാണാം. ഇതൊക്കെയാണ് അവിടുത്തെ. അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ സ്നോമാനും വലിയ ക്രിസ്മസ് ട്രീയും, അതുപോലെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന നല്ല പാത ടൈപ്പിൽ നല്ല റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലായിരുന്നു അവിടെ ഓരോ കാര്യങ്ങളും. പിന്നെ സ്റ്റോൾസിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല കമ്മൽ, മാല, പിന്നെ നല്ല സ്വീറ്റ്സ് കിട്ടുന്ന സ്റ്റോൾസ്. അങ്ങനെ സ്റ്റോൾസിൻ്റെ ഒരു പെരുന്നാൾ തന്നെയായിരുന്നു അവിടെ. എന്തായാലും കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിൽ പെരുന്നാളായിട്ടിട്ട് വലിയ പരിപാടിയായിട്ട് നടത്തില്ല, ആ സമയമുള്ളതിൻ്റെ അത്ര ഒരു എഫക്റ്റ് തോന്നിയില്ല. എങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തേരാപ്പാര ഇതേപോലെ കസിൻസിൻ്റെ കൂടെ തേരാപ്പാര റോട്ടി നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിനെ എൻ്റെ നാത്തൂന് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു. കൊച്ചു ചേച്ചിയുടെ കയ്യിലായിരുന്നു. പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ നല്ല രസമായിരുന്നു, നല്ല കുനുകുന ചെറിയ ലൈറ്റ്സൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയൊക്കെ സെറ്റപ്പ് ആയിരുന്നു. ആ നീല ആണ് ചന്തു ചേട്ടൻ, നമ്മുടെ കസിനാണ് ചന്തു ചേട്ടൻ. അപ്പോൾ വണ്ടിയൊക്കെ ഓട്ടിക്കുകയാണ് ആളുടെ മെയിൻ പരിപാടി. അപ്പോൾ ആളും ലാസ്റ്റ് ടൈമിലാണ് പറയുന്നത് ഞാൻ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നത്. എന്നാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ ചേട്ടൻ വാങ്ങിച്ചു തന്നായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല, കാരണം തിന്നുന്ന കാര്യം അങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു തന്നതും കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ചന്തു ചേട്ടൻ്റെ വകയായിരുന്നു. അങ്ങനെയൊക്കെ നല്ല രസമായിട്ടൊക്കെ അങ്ങ് പോയി. എൻ്റെ സൗണ്ട് മാത്രം കേട്ടോണ്ടെന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. നമുക്കിനി കുറച്ച് സോങ് ഇടാം അല്ലേ.
ഇതോടെ നമ്മുടെ വെട്ടുകാട് വിശേഷം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലുലു മോളിലെ ലൈറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ കാണണമെങ്കിൽ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക.